ദേവികുളത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം. മറയൂർ ഡിഎഫ്ഒയ്ക്കും റേഞ്ച് ഓഫീസർക്കുമെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ദേവികുളം ഡിഎഫ്ഒ ഓഫീസിന് മുന്നിൽ ദേവികുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മറയൂരിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർക്കെതിരെ പൊതുജന മധ്യത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നതായി ആരോപിച്ചായിരുന്നു ബാർ അസോസിയേഷന്റെ പ്രതിഷേധം. മറയൂർ ഡിഎഫ്ഒയ്ക്കും റേഞ്ച് ഓഫീസർക്കുമെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ദേവികുളം ഡിഎഫ്ഒ ഓഫീസിനു മുന്നിൽ ദേവികുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മറയൂരിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർക്ക് എതിരെ പൊതുജന മധ്യത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നതായി ആരോപിച്ചായിരുന്നു ബാർ അസോസിയേഷന്റെ പ്രതിഷേധം. കഴിഞ്ഞ മാസം മറയൂരിൽ വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകനെതിരെ കള്ള ആരോപണങ്ങൾ ഉയർത്തുകയും മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുകയാണെന്ന് അഭിഭാഷകർ പറഞ്ഞു. മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവികുളം മജിസ്ട്രേറ്റ് നിയമാനുസൃതം മൊഴി രേഖപ്പെടുത്തി അവർക്കെതിരെ എടുത്ത കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അഭിഭാഷകനെതിരെയും ഇപ്രകാരം ദുഷ്ടലാക്കോടുകൂടി അഭിഭാഷകനും ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ള വ്യംഗ്യേന റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകന് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമാനുസൃതമുള്ള നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇത് തികച്ചും നീതിക്ക് എതിരാണ്, നിയമത്തിനെതിരാണ്. അപ്രകാരമുള്ള നടപടികൾ അഭിഭാഷക സമൂഹത്തിന് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. ദേവികുളം RDO ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം DFO ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടർന്നാൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ഡിസംബറിൽ മറയൂരിൽ ചന്ദന കടത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിന് ശേഷമാണ് മറയൂരിലെ വനപാലകരും അഭിഭാഷകരും തമ്മിലുള്ള പോര് രൂപം കൊണ്ടത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.